ഹലോ ഡേഡീസ്, നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ US മാർക്കറ്റ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആണ്. ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് 11:30 PM വരും. ബിറ്റ്കോയിൻ ഫർദറായിട്ട് 400 പോയിൻ്റ് ഇടിഞ്ഞു. നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 50 പോയിൻ്റ് മുകളിലാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന്. ഇതാണ് നമുക്ക് പൊതുവേ കാണുമ്പോൾ ഉള്ള ന്യൂസ് ഹെഡ്ലൈൻസ്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നമ്മുടെ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇന്നലെ FIIs 1421 കോടി രൂപയുടെ ബൈയിങ് നടത്തി. DIIs 7449 രൂപയുടെ ബൈയിങ് നടത്തി. ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ബൈയിങ് മോഡിലാണ് ഉണ്ടായിരുന്നത്. ഇത് ബൾക്ക് ബ്ലോക്ക് ഡീലുകളാവാം എങ്കിലും അവർ ബൈയിങ് മോഡലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ റീറ്റെയിലേഴ്സ് ആയിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കുക. നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലൈംലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഓറോബിൻഡോ ഫാർമ കമ്പനിയാണ്. അവരുടെ പുതിയ മെഡിസിന് US നിന്ന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. TCS എന്ന് പറയുന്ന ലീഡിംഗ് IT കമ്പനി, അവർ US സെൻട്രൽ ബാങ്കായിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്ന ഹെൽത്ത് മേഖലയിലുള്ള കമ്പനി, ICC പ്രൊഡൻഷ്യൽ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർ ഹെൽത്തിലെ ഏകദേശം 0.6% സ്റ്റേക്ക് അഥവാ 540 രൂപ പെർ ഷെയറിന് അക്യൂർ ചെയ്തിട്ടുണ്ട്. L&T ഫുഡ് കമ്പനി സുനിൽ സിംഘാവ എന്ന് പറയുന്ന ഒരു അസറ്റ് മാനേജ്മെൻറ്റ് ഏകദേശം L&T ഫുഡിൻ്റെ ഏകദേശം 0.68% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. അൾട്രാടെക് സിമെൻറ്റ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, കെഷോവരം ഇൻഡസ്ട്രീസിനെ അക്യൂർ ചെയ്യുന്ന ആ ഒരു തീരുമാനം ഇന്ത്യ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് കൊടുത്തു എന്നുള്ള ന്യൂസ്. ടൈം ടെക്നോപ്ലാസ്റ്റ് കമ്പനി, അവർക്കൊരു പുതിയൊരു ഓർഡർ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. SBI കാർഡ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്ന രണ്ടാമത്തെ കമ്പനിയാണ് HDFC ബാങ്ക് കഴിഞ്ഞാൽ. ഇവർ 2 രൂപ 50 പൈസ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മാർച്ച് 28 ഇവരുടെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി മധുർ സസിധർ എന്ന് പറയുന്ന ഇവരുടെ മുൻപേ ഉണ്ടായിരുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് എന്നുള്ള ന്യൂസ്. KIOCL കമ്പനി, ഇവർ പുതിയൊരു പമ്പിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഇതിലൂടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ബാംഗ്ലൂർ കേന്ദ്രമായിട്ടുള്ള റിയാലിറ്റി കമ്പനി, ഇവർ മാരിറ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ചെയിനായിട്ട് കൊളാബ് ചെയ്ത് കോൺട്രാക്ട് വർക്കുകൾ ചെയ്യാനായിട്ട് ധാരണ ആയേക്കാമെന്നുള്ള ന്യൂസ്. NBCC കമ്പനി HCCയുടെ ഭാഗത്തു നിന്ന് 14 കോടി രൂപ വർത്ത് വരുന്ന പുതിയൊരു ഓർഡർ കിട്ടി. സൊമാറ്റോ കമ്പനി ഫുഡ് ഡെലിവറി കമ്പനിയാണ്. ഇവർ പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് ഓർഡറിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വിങ് കമ്പനി ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. EFC കമ്പനി TCSൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്കൊരു ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകളും IPO ഡീറ്റെയിൽസും കമ്പനികളുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും തുടങ്ങി ഒരുപാട് ഇൻഫർമേഷൻ നമ്മളുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ വെക്കാം. ഇനി മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 46,400 എന്ന നിലയിലാണ്. 47,000 എന്ന് പറയുന്ന ലോങ് റെഡ് ക്യാൻഡിൽ കാണുന്നുണ്ട്. ഇത് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനു മുമ്പ് 46,500 തന്നെ ഒരു റെസിസ്റ്റൻസ് സോണുണ്ട്. 46,000, 45,500 തുടങ്ങിയ സോണുകൾ, അത് ഗ്രീൻ കളറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് കമ്പനീനെ ആക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യമായിട്ട് ഏറ്റവും താഴെ കാണാം US VIX ഇന്നലെ 3.5% ഇടിവുണ്ടാക്കി. നാസ്ഡാക്ക് ടെക്നോളജി കമ്പനീസ് റാലി രേഖപ്പെടുത്തി 63 പോയിൻറ്റ്. ഡോ
320 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി. ഇന്നലെ ഇന്ത്യ വിക്സ് 1.17% ഒരു സ്പൈക്ക് ഉണ്ടാക്കി 14.11 എന്ന നിലയിലാണ് ഉള്ളത്. MOX റഷ്യൻ മാർക്കറ്റ് റെഡിലടച്ചപ്പോൾ അതിനു മുകളിലുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ ഗ്രീനിൽ അടയ്ക്കാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ $4000 അടുത്ത് ഇടിവിലാണുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡ് ആണ് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് $2157 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇന്നലെ നമ്മളെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നമ്മളെ ഇടിഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഇന്നലെ അവിടെ നടന്നത്. കാണാം, ഇൻഫോസിസ് 1.7% ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെയും ഇവിടെയും IT കമ്പനീസ്, TCS ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇടിഞ്ഞിരുന്നു. വിപ്രോ 1.8% ഇടിവ് രേഖപ്പെടുത്തി. ICICI ബാങ്കും HDFC ബാങ്കും ഇടിവ് രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡി 3% റാലി രേഖപ്പെടുത്തി. റിലയൻസ് 1%, ഡോക്ടർ റെഡ്ഡി 3% ഫോൾ രേഖപ്പെടുത്തി. റിലയൻസും 1% ഒരു ഫോൾ രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡിയുടെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന പുതിയ മെഡിസിൻ US അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഡോക്ടർ റെഡ്ഡിനെ സംബന്ധിച്ചുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. 7 ഫേസിൽ ആയിട്ടാണ് ഇലക്ഷൻ ഗവൺമെൻറ് നടത്തുക. അപ്പോൾ ഇനി മുന്നോട്ട് വരുമ്പോൾ ഇലക്ഷനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പോൾ ഇലക്ട്രോണിക് ബോണ്ടിനെ സംബന്ധിച്ചുള്ള ന്യൂസുകളും എല്ലാം തന്നെയാണ് മാർക്കറ്റിൽ മുന്നോട്ട് അതല്ലെങ്കിൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. എന്ന് കരുതി ഗ്ലോബൽ ക്യൂസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല. ഇന്ന് US മാർക്കറ്റിൽ നിന്ന് വളരെ മേജറായിട്ടുള്ള ഒരു ഡിസിഷനാണ് വരുന്നത്. ആഗോള മാർക്കറ്റിനെ തന്നെ സ്വാധീനിക്കാൻ ശക്തിയുള്ള അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കട്ട് ചെയ്യുമോ, അതാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമ്പോൾ അത് പോസ് ആകുമോ അതോ വർദ്ധിപ്പിക്കുമോ? വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയില്ല എങ്കിലും വർദ്ധിപ്പിച്ചാൽ അതൊരു വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് US മാർക്കറ്റിൽ വരും. അതുപോലെ തന്നെയാണ് ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് പോസ് ചെയ്യുമ്പോഴും. കാരണം തുടരെ ഒരുപാട് നാളുകളായി US മാർക്കറ്റ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള അവിടുത്തെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റേക്ക് പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് മാറ്റി പോസ് ചെയ്തു. ഇനി എല്ലാ ആളുകളും US മാർക്കറ്റ് അപ്പാടെ കാത്തിരിക്കുന്നത് ഒരു റേറ്റ് കട്ടിലേക്കാണ്. റേറ്റ് കട്ട് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കാം മാർക്കറ്റ് റിയാക്ട് ചെയ്യുക. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് ആ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം നാളെയും ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ US നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അന്നത്തെ ദിവസം നടത്തും. അപ്പോൾ അതാണ് ഗ്ലോബൽ മാർക്കറ്റിലുള്ള ന്യൂസ്. നമ്മുടെ മാർക്കറ്റിൽ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ന്യൂസാണ് താരം. അപ്പോൾ മറ്റുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ അതേ സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് നമ്മളെ പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനം.